നമുക്കിന്ന് ലോജിക് ഗേറ്റിലെ പ്രധാന ഗേറ്റുകളിലൊന്നായ ഓർ ഗേറ്റിനെ കുറിച്ച് പഠിക്കാം. ഓർ ഗേറ്റിന്റെ പ്രവർത്തനം ഒരു ഇലക്ട്രിക് സർക്യൂട്ടിന്റെ സഹായത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് അതിനായി ഒരു ഇലക്ട്രിക് സർക്യൂട്ട് വരയ്ക്കാം. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും രണ്ട് സ്വിച്ചുകൾ വഴി നമ്മൾ ഒരു ബൾബിലോട്ട് കണക്ഷൻ കൊടുക്കുന്നു. ബൾബിൽ നിന്നും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലോട്ട് കണക്ഷൻ കൊടുത്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. ഈ സർക്യൂട്ടിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താം. 12 വോൾട്ട് ബാറ്ററി, 12 വോൾട്ട് ബൾബ്. ഈ സ്വിച്ചുകൾക്ക് നമുക്ക് പേര് കൊടുക്കാം. സ്വിച്ച് എയും സ്വിച്ച് ബിയും. സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്ന അവസ്ഥയിൽ, അതായത് സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് 0 എന്ന് പേര് കൊടുക്കാം. സ്വിച്ച് ക്ലോസ്ഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് 1 നമ്പർ കൊടുക്കാം. അതായത് സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ 0-ഉം സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ 1 എന്ന നമ്പറും നമ്മൾ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ബൾബ് ഓഫ് ആയിരിക്കുന്ന അവസ്ഥയിൽ 0-ഉം ബൾബ് ഓൺ ആയിരിക്കുന്ന അവസ്ഥയിൽ 1 എന്ന സംഖ്യയും നമ്മൾ കൊടുക്കുന്നു. ഈ അവസ്ഥയിൽ നമുക്ക് 4 അവസ്ഥകളാണ് ലഭിക്കുക. അത് നമുക്കൊരു പട്ടികയിൽ എഴുതാം. സ്വിച്ച് രണ്ടും ഓഫ് ആയിരിക്കുന്ന അവസ്ഥ, സ്വിച്ച് എ ഓൺ ആയിരിക്കുന്നു, സ്വിച്ച് ബി ഓഫ് ആയിരിക്കുന്നു. അതുപോലെ തന്നെ സ്വിച്ച് എ ഓഫ് ആയിരിക്കുന്നു, സ്വിച്ച് ബി ഓൺ ആയിരിക്കുന്നു. ഇനിയും അവസാനത്തെ അവസ്ഥ സ്വിച്ച് എയും ബിയും ഓൺ ആയിരിക്കുന്നു. ഈ അവസ്ഥയിൽ ബൾബിൽ എന്ത് ഔട്ട്പുട്ട് ലഭിക്കും? ബൾബ് പ്രകാശിക്കുവോ ഇല്ലയോ എന്ന് നോക്കി നമ്മൾ ഔട്ട്പുട്ട് എഴുതുന്നു. ആദ്യത്തെ അവസ്ഥ നമുക്ക് പരിശോധിക്കാം. സ്വിച്ച് എയും ബിയും ഓഫ് ആയിരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ ബൾബിലോട്ട് വൈദ്യുതി എത്തുന്നില്ല. വൈദ്യുതി എത്താത്തതിനാൽ നമുക്ക് ഔട്ട്പുട്ട് 0 എന്ന് എഴുതാം. നമുക്കിനി സ്വിച്ച് എ ഓൺ ആക്കാം. സ്വിച്ച് എ ക്ലോസ് ആക്കുമ്പോൾ കറണ്ട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും ബൾബിലൂടെ കടന്ന് നെഗറ്റീവ് ടെർമിനലിൽ എത്തുന്നു. അതായത് ബൾബ് പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 1 എന്ന് കൊടുക്കാം. ഇനിയും മൂന്നാമത്തെ പോസിബിലിറ്റിയായ സ്വിച്ച് ബി നമുക്ക് ക്ലോസ് ചെയ്ത് നോക്കാം. അപ്പോഴും ബാറ്ററിയിൽ നിന്നും വൈദ്യുതി ഒഴുകി ബൾബിലെത്തുന്നുണ്ട്. അപ്പോൾ ബൾബ് പ്രകാശിക്കുന്നു. ആ ഒരു അവസ്ഥയിലും ബൾബ് പ്രകാശിക്കുന്നതിന് ഔട്ട്പുട്ട് y നമുക്ക് 1 എന്നെടുക്കാം. ഇനി നമുക്ക് നാലാമത്തെ പോസിബിലിറ്റിയായ എയും ബിയും ക്ലോസ് ചെയ്യാം. എയും ബിയും ക്ലോസ് ചെയ്തപ്പോൾ എ സ്വിച്ചിലൂടെയും ബി സ്വിച്ചിലൂടെയും വൈദ്യുതി ഒഴുകി ബൾബിലെത്തിയിരിക്കുന്നു. അപ്പോൾ ബൾബ് പ്രകാശിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് 1 എന്ന് നമുക്ക് എഴുതാം. ഇങ്ങനെ നമ്മുടെ പട്ടിക നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന പട്ടികയ്ക്ക് നമ്മൾ പറയുന്ന പേര് ട്രൂത്ത് ടേബിൾ എന്നാണ്. ഈ ട്രൂത്ത് ടേബിൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, എയിലോ ബിയിലോ 1 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ലഭിക്കും. അതായത് എ അല്ലെങ്കിൽ ബി, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു സ്വിച്ചിൽ 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് 1 ലഭിക്കും. അതായത് എ ഓർ ബി, ഇവിടെ എവിടെയെങ്കിലും 1 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ലഭിക്കും. അതുകൊണ്ട് ഇത്തരം ഗേറ്റുകൾക്ക് നമ്മൾ പറയുന്ന പേര് ഓർ ഗേറ്റുകൾ എന്ന പേരിലാണ്. ചിത്രത്തിൽ ഓർ ഗേറ്റ് ഡയോഡ് ഉപയോഗിച്ച് എങ്ങനെ നിർമ്മിക്കാമെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓർ ഗേറ്റിന്റെ സിമ്പിൾ പഠിക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഓർ ഗേറ്റിന്റെ സിമ്പിൾ. അതിൽ ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നതാണ് ഇൻപുട്ട്, വലതുവശത്ത് കാണിച്ചിരിക്കുന്ന ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് നമ്മൾ വായിക്കുന്നത് y ഈക്വൽ എ ഓർഡ് ബി എന്നാണ്. അത് വായിക്കുന്നത് y ഈക്വൽ എ പ്ലസ് ബി എന്നല്ല വായിക്കുന്നത്. ആ പ്ലസിന് പകരം നമ്മൾ വായിക്കുന്നത് എ ഓർഡ് ബി എന്നാണ്. IC 7432 എന്ന IC ഒരു ഓർ ഗേറ്റ് IC ആണ്. അടുത്ത ക്ലാസ്സിൽ ലോജിക് ഗേറ്റിലെ പ്രധാന ഗേറ്റുകളിൽ ഒന്നായ ആൻഡ് ഗേറ്റിനെ കുറിച്ച് പഠിക്കാം.